കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഹീറോയായ സിബിയുടെ അച്ഛൻ പുഷ്പകാണ്ഡത്തെയാണ്. വലിയൊരു മകനുണ്ടെങ്കിലും പേര് പോലെ പുഷ്പകാണ്ഡവും സ്ത്രീ വിഷയത്തിൽ ചെറിയൊരു ലോലനാണ്. ഇതേ സമയം പുഷ്പനെ അന്വേഷിച്ച് പാപ്പൻ പുഷ്പന്റെ വീട്ടിലേക്ക് വരികയാണ്. പാപ്പൻ വന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ പുഷ്പൻ പരിയമ്പറത്തൂടെ ഇറങ്ങി ഓടും. പാപ്പന്റെ സഹോദരി സിസിലിയുമായി പുഷ്പൻ ഇഷ്ടത്തിലാണ്. അത് നാട്ടിലെല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ സിബി. നാട്ടിലെ പ്രമാണിയായ ജോൺസൺ ചേട്ടന്റെ കൃഷിയിടവും ബിസിനസ്സും എല്ലാം നോക്കി നടത്തുന്നത് സിബിയാണ്. സിബി അങ്ങനെ ജോലിക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ അപ്പനെ അന്വേഷിച്ച് പാപ്പൻ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് ഒരാൾ വിളിച്ചു പറയുന്നത്. സിബി അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നിന്റെ അപ്പനെ കണ്ടിട്ടേ ഞാനിന്ന് ഇവിടെ നിന്ന് പോകുള്ളൂ എന്നും പറഞ്ഞ് പാപ്പൻ ചേട്ടൻ സിബിയുടെ വീടിന് മുന്നിൽ ഇരിക്കുകയാണ്. എന്നാൽ സിബി പാപ്പൻ ചേട്ടനോട് പറയും, എൻ്റെ അമ്മച്ചി എൻ്റെ കുഞ്ഞിലെ മരിച്ചതാണ്. എൻ്റെ അപ്പന് പാപ്പൻ ചേട്ടൻ്റെ സഹോദരിയെ ഇഷ്ടമാണ്. എങ്കിൽ പിന്നെ പാപ്പൻ ചേട്ടന് അവരെ കല്യാണം നടത്തി കൊടുത്തൂടെ എന്ന് ചോദിക്കും. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കില്ല എന്നും പറഞ്ഞ് പാപ്പൻ ചേട്ടൻ അവിടെ നിന്ന് പോകും. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയ സിബിയുടെ അപ്പനും പാപ്പൻ ചേട്ടൻ്റെ സിസ്റ്ററായ സിസിലിയും കൂടി ടൗണിലെ ബേക്കറിയിലിരുന്ന് അവരുടെ ഹൃദയം പങ്കുവെക്കുകയാണ്. സിസിലിയുടെ ഹസ്ബൻഡ് ജോയി 6 വർഷം മുമ്പ് ഹിമാലയത്തിൽ പോകുന്നു എന്നും പറഞ്ഞ് വീട് വിട്ടു പോയതാണ്. അതിനുശേഷമാണ് സിബിയുടെ അപ്പനും സിസിലിയും തമ്മിൽ ഇഷ്ടത്തിലാകുന്നത്. ഇതേസമയം ടൗണിലേക്ക് വന്ന പാപ്പൻ ചേട്ടനെ കണ്ട സിബിയുടെ അപ്പനും സിസിലിയും പാപ്പൻ ചേട്ടന്റെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരികെ ബസ്സിൽ നാട്ടിലേക്ക് വരും. എന്നാൽ ഇതേ സമയം തന്റെ മുതലാളിയായ ജോൺസൺ ചേട്ടന്റെ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്ന സിബി അന്വേഷിച്ച് പാപ്പൻ ചേട്ടൻ ഇന്ന് വീട്ടിൽ വന്ന കാര്യം ജോൺസേട്ടനോടും വൈഫ് അനിതയോടും പറയും. ജോൺസൺ ചേട്ടനും കുടുംബവും സിബിയെ കാണുന്നത് തങ്ങളുടെ ഒരു മകനെ പോലെ തന്നെയാണ്. കൂടാതെ സിബിയുടെ അപ്പന്റെ അടുത്ത ഫ്രണ്ട് കൂടിയാണ് ജോൺസൺ ചേട്ടൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ജോൺസൺ ചേട്ടന്റെ ഇളയ മകളായ ശോശയെയും കൊണ്ട് സിബി പള്ളിയിലേക്ക് പോവുകയാണ്. ശോശയും സിബിയും നല്ല ഫ്രണ്ട്സാണ്. അവർ കുഞ്ഞിലെ ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. സമയം ടൗണിൽ പോയി തിരികെ വീട്ടിലേക്ക് വന്ന സിസിലിയോട് അവളുടെ അമ്മ പറയുകയാണ്, ഹസ്ബൻഡ് ജോയി നാട് വിട്ടു പോയെന്നേ ഉള്ളൂ, പക്ഷെ അവൻ മരിച്ചു പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ സിബിയുടെ അപ്പനുമായുള്ള ചുറ്റിക്കറക്കമൊക്കെ നീ നിർത്തിക്കൊള്ളാൻ അവളുടെ അമ്മ പറയും. അങ്ങനെ അന്ന് വൈകുന്നേരമാകുമ്പോൾ എന്നത്തെയും പോലെ അപ്പൻ തൻ്റെ ടിക്ടോക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങും. എന്നാൽ അപ്പോഴേക്കും തോട്ടത്തിൽ നിന്ന് സിബി അങ്ങോട്ടേക്ക് വരും. അപ്പോൾ സിബിയോട് അപ്പൻ പറയും, എനിക്ക് ആകപ്പാടെയുള്ളൊരു മോനല്ലേടാ നീ, നിനക്ക് അപ്പൻ്റെയും സിസിലിയുടെയും കല്യാണം നടത്തി തന്നൂടെ എന്ന്. എന്നാൽ അതിനാ പാപ്പൻ ചേട്ടൻ കൂടി സമ്മതിക്കണ്ടേ എന്ന് സിബി പറയും. സിബിയും അപ്പനും നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് ജീവിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും തോട്ടത്തിലെ ജോലിക്കാർ അങ്ങോട്ടേക്ക് വന്ന് സിബിയോട് പറയും, തോട്ടത്തിൽ പന്നി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. സിബി അങ്ങനെ ആ രാത്രി തൻ്റെ തോക്കുമെടുത്ത് ഏലത്തോട്ടത്തിലേക്ക് പോയി പന്നിയെ വെടിവെച്ച് കൊണ്ടുവരും. അങ്ങനെ ഈസ്റ്റർ വരും. ജോൺസൺ ചേട്ടനും എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കും. ജോൺസൺ ചേട്ടന്റെ വീട്ടിൽ എന്ത് ആഘോഷമുണ്ടായാലും സിബിയും അപ്പനും ആയിരുന്നു അവിടുത്തെ പ്രധാനികൾ. അങ്ങനെ ഒരു ദിവസം പാപ്പൻ ചേട്ടൻ സിബിയെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ച ശേഷം സിബിയോട് പറയും, തൻ്റെ മൂത്ത ചേച്ചിയുടെ മകൻ ജോൺ ജർമ്മനിയിലാണ്. ജോണിന് ജോൺസന്റെ മകൾ ശോശനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഈ കാര്യമൊന്ന് ജോൺസനോട് സൂചിപ്പിക്കണമെന്ന് പാപ്പൻ ചേട്ടൻ സിബിയോട് പറയും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് പാപ്പൻ ചേട്ടൻ ജോണിനെയും കൊണ്ട് ശോശനയെ പെണ്ണ് കാണാൻ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ശോശനയുടെ അമ്മ അനിത സിബിച്ചനെ നോക്കി പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ കൂടെയുള്ള പെണ്ണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. സിബിച്ചൻ പയ്യന്റെ അനിയത്തിയെ നോക്കിയ ശേഷം ശോശനയോട് നല്ല പെണ്ണാണെന്ന് കണ്ണ് കാണിക്കും. അങ്ങനെ അനിതാമ്മ അടുക്കളയിൽ വന്ന് സിബിച്ചനോട് പെണ്ണ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സിബിച്ചൻ കരുതും അനിതാമ്മ തനിക്ക് വേണ്ടിയാണ് പെണ്ണ് നോക്കിയത് എന്ന്. എന്നാൽ അനിതാമ്മ പറയും, നിനക്ക് വേണ്ടിയല്ലടാ പൊട്ട, UK-യിലുള്ള എൻ്റെ മൂത്ത മകൻ ഷാരോണിന് വേണ്ടിയാണ് നോക്കിയതെന്ന് പറയും. അപ്പോഴേക്കും ശോശന സിബിച്ചനെ വിളിച്ച് ഗാർഡനിലേക്ക് വരാൻ പറയും. പെണ്ണ് കാണാൻ വന്ന പയ്യനോട് ശോശന പറയും, ഈ കാണുന്ന സിബിച്ചനെ ഞാൻ കുറെ വർഷങ്ങളായി സ്നേഹിക്കുകയാണ് എന്ന്. അതുകൊണ്ട് നമ്മുടെ കല്യാണം നടക്കില്ല എന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ആ പയ്യൻ സിബിച്ചനോട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നാൽ അവൻ പോയ ശേഷം ശോശനയോട് സിബിച്ചൻ ചോദിക്കും, നീ കല്യാണം മുടക്കാൻ വേണ്ടി എന്ത് പണിയാണ് കാണിച്ചതെന്ന്. എന്നാൽ ശോശന പറയും, ഞാൻ പറഞ്ഞത് സത്യമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന്. ഇത് കേട്ട് പാവം സിബിച്ചൻ ഷോക്ക്ഡായി പോകും. എന്നാൽ ശോശന പറഞ്ഞത് കേട്ട് സിബിച്ചന് പേടിപ്പനി പിടിക്കും. എന്നാൽ സിബിയുടെ അപ്പൻ പനി മാറാൻ നല്ലത് ബ്രാൻഡിയിൽ കുരുമുളകിട്ട് കഴിക്കുന്നതാണെന്നും പറഞ്ഞ് സിബിച്ചന് ഒരു ഒറ്റമൂലി റെഡിയാക്കി കൊണ്ട് കൊടുക്കും. എന്നാൽ അടുത്ത ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ ജോൺസൺ ചേട്ടൻ സിബിയോട് ചോദിക്കും, നിനക്ക് ഇന്നലെ പനി പിടിച്ചു എന്നൊക്കെ നിന്റെ അപ്പൻ പറയുന്നത് കേട്ടല്ലോ എന്ന്. എന്നാൽ വണ്ടിയുടെ പിറകിലിരിക്കുകയായിരുന്ന ശോശനയ്ക്ക് കാര്യം മനസ്സിലാകും. എന്നാൽ ഇതേ സമയം പള്ളിയിലെത്തിയ സിബിയുടെ അപ്പനും സിസിലിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും സിസിലിയുടെ മകൾ അഞ്ജു അങ്ങോട്ടേക്ക് വന്നു. എൻ്റെ അമ്മയുടെ പിറകെ നടക്കുകയാണെങ്കിൽ ഞാൻ പോലീസിൽ പറയുമെന്ന് അപ്പനോട് പറയും. എന്നാൽ അടുത്ത ദിവസം സിബിയെ അന്വേഷിച്ച് ശോശ അവൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവനോട് പറയും, നീ എന്തിനാ പേടിക്കുന്നത്, എനിക്ക് കുഞ്ഞുനാളിലെ മുതൽ നിന്നെ ഇഷ്ടമാണ്, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാമല്ലോ, പിന്നെന്താണ് കുഴപ്പമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങും. UK-യിൽ നിന്ന് തൻ്റെ ചേട്ടൻ വന്ന ശേഷം നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞ് സെറ്റാക്കാമെന്നും അവൾ സിബിയോട് പറയും. അങ്ങനെ ഒരു ദിവസം UK-യിൽ നിന്നും ശോശയുടെ ചേട്ടൻ ഷാരോൺ നാട്ടിലേക്ക് വരും.
ഓട്ടത്തിലുള്ള സിബിയോട് ഷാരോൺ പറയും, നമുക്ക് ഒറ്റയ്ക്കൊന്ന് കാണണം, കുറച്ച് കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ ഫ്രീ ആവുമ്പോൾ പറയാൻ പറയും. എന്നാൽ ഇതേ സമയം ബസ്സിൽ വെച്ച് കാണുന്ന സിസിലി അപ്പനോട് പറയും, എൻ്റെ മകൾക്ക് എന്നെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിയും, അതുകൊണ്ട് അവൾ ഇന്നലെ പറഞ്ഞതോർത്ത് വിഷമിക്കരുത് എന്ന്. എന്നാൽ ബസ്സിറങ്ങി ഒരുമിച്ച് വരികയായിരുന്ന അവരെ രണ്ടുപേരെയും കണ്ട പാപ്പൻ അങ്ങോട്ടേക്ക് വന്ന് സിബിച്ചന്റെ മുഖത്തടിച്ച ശേഷം പറയും, ഇനി മേലാൽ നീ എൻ്റെ പെങ്ങളെ കാണാൻ വരുതരുത് എന്ന്. തൻ്റെ അപ്പനെ പാപ്പന്റെ ആളുകൾ അടിച്ചു എന്നറിഞ്ഞ് കവലയിലേക്ക് ചെല്ലുന്ന സിബിച്ചൻ അവിടെ ഉണ്ടായിരുന്ന പാപ്പന്റെ ആളുകളെയെല്ലാം എടുത്തിട്ട് പൂശിയ ശേഷം പാപ്പനോട് പറയും, എൻ്റെ പ്രായമോർത്താണ് ഞാൻ നിന്നെ തല്ലാത്തത്, എൻ്റെ അപ്പന്റെ ഇഷ്ടം പോലെ ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കും, നിനക്ക് തടയാൻ കഴിയുമെങ്കിൽ തടയടാ എന്ന് പാപ്പനെ സിബിച്ചൻ വെല്ലുവിളിക്കും. സ്കൂൾ വിട്ട് വരുന്ന സിസിലിയുടെ മോൾ അഞ്ജു സിസിലിയോട് ചോദിക്കും, നിങ്ങൾ എന്നെ നാണം കെടുത്താനാണോ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന്. സിസിലിക്ക് അത് കേൾക്കുമ്പോൾ നല്ല വിഷമമാകും. എന്നാൽ ഇതേ സമയം ഷാരോൺ ചേട്ടായി തന്റെയും ശോശനയുടെയും കാര്യം അറിഞ്ഞ് ചോദിക്കാനാണ് വിളിച്ചതെന്ന് വിചാരിച്ചിരിക്കുന്ന സിബിച്ചനോട്, വീട്ടുകാർ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന എൻ്റെ കല്യാണം നടക്കത്തില്ല, എനിക്ക് UK-യിൽ മറ്റൊരാളുമായി റിലേഷൻഷിപ്പിലാണെന്ന് സിബിച്ചനോട് പറഞ്ഞു. അതിന് എനിക്ക് എന്തെങ്കിലും മാർഗം കണ്ടെത്തി തരണമെന്ന് ഷാരോൺ സിബിച്ചനോട് പറയും. ചേട്ടായി ഒന്നും വിഷമിക്കണ്ട, ചേട്ടായിയുടെ UK-യിലുള്ള ലവറെ നാട്ടിലേക്ക് വിളിച്ചു വരുത്ത്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയും. അങ്ങനെ UK-യിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഷാരോന്റെ ലവറെ കൂട്ടാനായി ചെല്ലുമ്പോഴാണ് സിബിച്ചൻ കാണുന്നത് ഷാരോന്റെ ലവർ ഒരു പയ്യനായിരുന്നുവെന്നും അവർ ഒരു ഗേ കപ്പിൾസ് ആണെന്നും സിബിച്ചൻ അറിയുന്നത്. ചെയ്യണമെന്നറിയാതെ തിരികെ വീട്ടിലേക്ക് വന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന സിബിച്ചനെ കണ്ട് അപ്പൻ എന്ത് പറ്റി എന്ന് ചോദിക്കും. എല്ലാം തുറന്നു പറയുന്ന അപ്പനോട് പോലും സിബിച്ചൻ കാര്യം പറയില്ല. എന്നാൽ അടുത്ത ദിവസം ഷാരോണിനെ കാണുന്ന സിബിച്ചൻ ചോദിക്കും, നിങ്ങൾക്ക് ഇവനെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ കിട്ടിയില്ലേ എന്ന്. ഇതൊന്നും ഇവിടുത്തെ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നും പറയും. എന്നാൽ ഷാരോൺ പറയും, ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ വിശ്വസിച്ചാണ് മാത്യു UK-യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അവൻ അറിയാൻ പാടില്ല, അവൻ ഇവിടെയുള്ള എല്ലാ ദിവസവും ഹാപ്പി ആയിരിക്കണം, അതിന് നീ എന്നെ സഹായിക്കണമെന്ന് സിബിച്ചനോട് പറയും. അങ്ങനെ സിബിച്ചനും ഷാരോണും കൂടി മാത്യുവിനെ അവിടുത്തെ നാടെല്ലാം കൊണ്ടുപോയി കാണിക്കും. മാത്യു UK-യിൽ നിന്ന് വന്ന ഷാരോന്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്നാണ് ഷാരോന്റെ ഫാമിലിയിലുള്ള എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഷാരോന്റെ വീട്ടുകാർ ഷാരോണിനെ നിർബന്ധിച്ചൊരു പെണ്ണ് കാണാനായി പറഞ്ഞു വിടും. എന്നാൽ കൂടെ മാത്യുവും സിബിച്ചനും ഉണ്ടായിരുന്നു. എന്നാൽ മാത്യുവിന് മലയാളം മനസ്സിലാകില്ല എങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകും. തിരികെ വീട്ടിലെത്തിയ മാത്യു വിഷമിച്ച് ഷാരോണിനോട് ചോദിക്കും, നീ നിന്റെ വീട്ടുകാർ പറയുന്നത് കേട്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവുകയാണോ എന്ന്. എന്നാൽ ഷാരോൺ പറയും, നീ വിഷമിക്കണ്ട, ഞാൻ ആരെയും കല്യാണം കഴിക്കാൻ പോകില്ല, എൻ്റെ വീട്ടുകാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല, തൽക്കാലം നീ തിരികെ UK-യിലേക്ക് പോ, ഞാൻ ബാക്കിയെല്ലാം സെറ്റാക്കിയ ശേഷം അങ്ങോട്ടേക്ക് വരാമെന്ന് പറയും. എന്നാൽ ഇതെല്ലാം മാറി നിന്ന് കാണുകയായിരുന്ന ഷാരോന്റെ അമ്മ അനിതയ്ക്ക് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഡൗട്ട് തോന്നും. എന്നാൽ തിരികെ വീട്ടിലെത്തിയ സിബിച്ചൻ തൻ്റെ ഉള്ളിലുള്ള സത്യങ്ങളെല്ലാം തൻ്റെ അപ്പനോട് തുറന്നു പറയും. സിബിച്ചനും മാത്യുവും ഒരു ഗേ കപ്പിൾ ആണെന്നും ഞാനും ശോശനയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് തൻ്റെ അപ്പനോട് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും സിബിയുടെ അപ്പൻ്റെ കൊള്ളകിളിയും പറന്നു പോകും. എന്നാൽ അടുത്ത ദിവസം പള്ളിയിൽ വെച്ച് അനിതാമ്മ സിബിച്ചനോട് ഷാരോണും മാത്യുവും തമ്മിലുള്ള റിലേഷനെ പറ്റി ചോദിക്കും. ഇതിൽ സിബിച്ചന് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവരോട് പറയേണ്ടി വരും. അതിനുശേഷം സിബിച്ചൻ അനിതാമ്മയോട് പറയും, ഷാരോൺ ചേട്ടായിയുടെ അവസ്ഥ അമ്മയൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വർഷം ഇതൊന്നും ആരോടും പറയാതെ പാവം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു എന്ന് പറയും. എന്നാൽ തിരികെ പള്ളിയിൽ നിന്ന് വന്ന അനിതാമ്മ ഷാരോണിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എല്ലാം മനസ്സിലായെന്ന് അവൻ അറിയും. അതിനുശേഷം അനിതാമ്മ ജോൺസേട്ടന്റെ അടുത്തേക്ക് വന്ന് തന്റെ ഹസ്ബൻഡിനോടും എല്ലാം പറയും. ഇത് കേൾക്കുമ്പോൾ ഷോക്ക് ആവുന്ന പാവൻ ജോൺസേട്ടനും കരയാൻ തുടങ്ങും. അങ്ങനെ അടുത്ത ദിവസം മാത്യു തിരികെ UK-യിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ്. എന്നാൽ മാത്യുവിനോട് ഷാരോൺ പറയും, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കിയ ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരും, നീ അതോർത്ത് പേടിക്കണ്ട. മാത്യുവിനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയ ശേഷം തിരികെ വരുമ്പോൾ ഷാരോൺ സിബിച്ചനോട് പറയും, ശോശയും തമ്മിലുള്ള റിലേഷൻ എല്ലാവരും അറിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ ഞാനും മാത്യുവും തമ്മിലുള്ള റിലേഷനാണ് ഈ സമൂഹം അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് പറയും. അപ്പോഴാണ് സിബിച്ചന് ഷാരോണിന് തങ്ങളുടെ റിലേഷനെ പറ്റി മനസ്സിലായെന്ന കാര്യം അറിയുന്നത്. അതിനുശേഷം തിരികെ വീട്ടിലെത്തിയ സിബിച്ചനെ വൈകിട്ട് ശോശനെ വിളിച്ച് ചോദിക്കും, എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന്. എന്നാൽ അപ്പോഴേ ശോശയുടെ അച്ഛൻ ജോൺസൺ ചേട്ടൻ ഷാരോന്റെ കാര്യമറിഞ്ഞ വിഷമത്തിൽ സിബിച്ചന്റെ വീട്ടിലേക്ക് വരും. എന്നാൽ കള്ളു കുടിച്ചിരിക്കുകയായിരുന്ന അപ്പൻ സിബിച്ചനും ശോശനയും തമ്മിലുള്ള ഇഷ്ടവും ജോൺസനോട് പറയും. ഇതും കൂടി കേൾക്കുമ്പോൾ തളർന്നു പോകുന്ന ജോൺസൺ ചേട്ടൻ സിബിച്ചന്റെ മുഖത്തൊരു അടിയടിച്ച ശേഷം ഇനി അപ്പനും മകനും എന്റെ പറമ്പിൽ കയറിപ്പോകരുതെന്ന് പറയും. അടുത്ത ദിവസം രാവിലെ ശോശ സിബിച്ചനെ കാണാൻ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും. തമ്മിലുള്ള റിലേഷൻ എല്ലാം നിന്റെ അപ്പൻ അറിഞ്ഞുവെന്ന് ശോശനയോട് സിബിച്ചൻ പറയും. ഷാരോൺ ഒരു ഗേ ആണ്, അതും കൂടി അറിഞ്ഞപ്പോൾ നിന്റെ പപ്പ ആകപ്പാടെ തകർന്നു പോയി കാണും എന്ന് സിബിച്ചൻ ശോശയോട് പറയുമ്പോൾ ശോശ ചോദിക്കും, നിനക്കപ്പോൾ നേരത്തെ ഷാരോൺ ചേട്ടായി ഗേ ആണെന്ന് അറിയാമായിരുന്നു അല്ലേ?
അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സെറ്റാവില്ല എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും വഴക്കിട്ട് പിരിയും. ശോശ അവിടെ നിന്ന് നേരെ ഷാരോന്റെ അടുത്തെത്തി ഷാരോണിനോട് പറയും, ചേട്ടായി എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്നതല്ലേ, ഈ കാര്യം മാത്രം എന്തിനാണ് എന്നോട് മറച്ചു വെച്ചത്, ഞാൻ മറ്റാരെങ്കിലും പറഞ്ഞിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ അറിയാനെന്ന് ചോദിക്കും. എന്നാൽ അടുത്ത ദിവസം സിസിലിയുടെ മകൾ അഞ്ജു സിബിച്ചനെ വന്ന് കണ്ട് പറയും, ചേട്ടന്റെ അപ്പനും എൻ്റെ അമ്മയും തമ്മിലുള്ള കല്യാണത്തിലൊന്നും ഒരു വിഷമവുമില്ല എന്ന് പറയും. സിബിച്ചൻ പറയും, എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷമായി ജീവിക്കാമെന്ന് പറയും. എന്നാൽ അടുത്ത ദിവസം ശോശ അപ്പനോട് വന്ന് പറയും, അപ്പൻ എൻ്റെ കല്യാണം വേണമെങ്കിൽ അപ്പൻ ഇഷ്ടമുള്ള ആളുമായി നടത്തിക്കോ, ഷാരോൺ ചേട്ടായിയുടെ റിലേഷൻഷിപ്പിൽ എതിരി നിൽക്കരുതെന്ന് പറയും. ജോൺസൺ തൻ്റെ മകൻ ഷാരോണിൻ്റെ അടുത്തെത്തി ഷാരോണിനെ അംഗീകരിക്കും. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരും. ഇതേ സമയം കള്ളു കുടിച്ചിരിക്കുകയായിരുന്ന സിബിച്ചൻ ശോശയെ വിളിച്ച് പറയും, എന്നെ തേച്ചല്ലേടിയെന്ന്. എന്നാൽ ആ ദേഷ്യത്തിൽ ശോശയും അതേടാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. കള്ളുകുടിച്ച് ബോധമില്ലായിരുന്ന സിബിച്ചൻ പന്നിയെ വെടിവെക്കുന്ന തോക്കുമെടുത്ത് ശോശയുടെ വീട്ടിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കും. എന്നാൽ അപ്പോഴേക്കും സിബിച്ചന്റെ അപ്പനും അങ്ങോട്ടേക്ക് വരും. സിബിച്ചൻ പറയും, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചപ്പോൾ എന്നെ ഒഴിവാക്കിയല്ലേ എന്ന്. എന്നാൽ ഒടുവിൽ ശോശ സിബിച്ചനെ അവിടെ നിന്ന് ആട്ടിയിറക്കും. എന്നാൽ അതിനുശേഷം ശോശയുടെ വീട്ടുകാർ ശോശയോട് പറയും, അവൻ സിബിച്ചൻ ഇവിടെ നിന്ന് നല്ല വിഷമത്തിലാണ് ഇറങ്ങിപ്പോയതെന്ന്. സിബിച്ചന്റെയും ശോശയുടെയും കല്യാണം അവരുടെ വീട്ടുകാർ അംഗീകരിക്കുകയും സിബിച്ചനും ശോശയും കല്യാണം കഴിക്കുന്ന അതേ പന്തലിൽ വെച്ച് തന്നെ അവരുടെ അച്ഛനും കല്യാണം കഴിക്കുകയും ചെയ്യും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.